ട്രാക്ക് നോക്കി വണ്ടി ഓടിക്കട എന്നൊക്കെ പറഞ്ഞ് ഒച്ചയെടുത്ത് ഒരാൾ വളരെ ഇതായിട്ട് സംസാരിക്കുന്നു. അപ്പം ഞാൻ തിരിച്ച് അവനോട് ഓളം നിൻ്റെ കാര്യം നോക്കിയെന്ന് ഞാൻ തിരിച്ചു പറയുന്നു. അപ്പോഴാണ് എന്നാൽ പോലീസ് വന്ന് പോയാൽ മതിയെന്ന് പറഞ്ഞ് എൻ്റെ വണ്ടിയുടെ കുറുകെ വണ്ടിയിൽ. അപ്പോൾ എൻ്റെ വണ്ടി പിന്നെയും മൂവ് ചെയ്യാൻ സമ്മതിക്കാതെ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി നിന്ന് ബഹളം ഉണ്ടാക്കുകയും ആ സമയമാണ് ബഹളം ഉണ്ടാക്കി എൻ്റെ ബോണറ്റിലേക്ക് അടിക്കുന്നത്. എനിക്ക് ആളെ മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ അച്ഛൻ്റെ പേര് ഉപയോഗിച്ചിട്ട് തന്നെ പറഞ്ഞു അത് കാണിക്കണ്ട, അത് കാണിച്ചാൽ അവിടെ സ്റ്റേഷനിലെത്തുമ്പോൾ ബ്രത്ത് അനലൈസർ വെച്ച് പരിശോധിക്കുമ്പോൾ മദ്യപിച്ചിട്ടില്ല. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം രാത്രി 11 മണിക്ക് തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്ത് വെച്ച് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും KPCC അംഗമായ വിനോദ് കൃഷ്ണയും തമ്മിൽ നടു റോഡിൽ വലിയൊരു തർക്കമുണ്ടാകുന്നു. വാഹനം മാറ്റുന്നതിനെ ചൊല്ലിയാണ് ഇത്തരത്തിൽ തർക്കമുണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാത്രി 11 മണിക്കാണ് ഇത്തരത്തിൽ നടു റോഡിൽ 15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു തർക്കം ഉണ്ടാകുന്നത്. എന്തായാലും ഈ തർക്കത്തിനിടയാക്കിയ സംഭവം എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് KPCC അംഗമായ ശ്രീ വിനോദ് കൃഷ്ണ. ഇക്കഴിഞ്ഞ ദിവസം രാത്രി സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷുമായി റോഡിലൊരു തർക്കമുണ്ടായി എന്ന് കേട്ടു. എന്തായിരുന്നു സംഭവം? അത് ഞാൻ ഈ വെള്ളയമ്പലം ഭാഗത്തുനിന്ന് കുറച്ച് യൂട്ടേൺ ഇല്ലാത്ത ഭാഗത്തുനിന്ന് എനിക്ക് തിരിച്ച് വെള്ളയമ്പലത്തേക്കാണ് പോകേണ്ടത്. അപ്പം ഞാൻ ആ ശാസ്തമംഗലം ഭാഗത്തേക്ക് വാഹനം ഓടിച്ചു പോയിട്ട് അപ്പുറത്ത് വേദിക എന്ന് പറയുന്ന ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വെച്ചൊരു യൂട്ടേൺ ഉണ്ട്, അവിടെ മാത്രമേ ഉള്ളൂ യൂട്ടേൺ. അവിടുന്ന് ഞാൻ യൂട്ടേൺ എടുക്കുമ്പോൾ വളരെ ദൂരം നിന്നൊരു വണ്ടി സ്പീഡിന് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ യൂട്ടേൺ എടുത്ത് സ്പീഡ് കുറഞ്ഞ ട്രാക്കിലേക്ക് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ സ്പീഡുള്ള ട്രാക്കിലേക്ക് മറ്റൊരു വാഹനത്തിന് പോകാം. പക്ഷേ ആ ട്രാക്കിലേക്ക് പോകുന്ന വാഹനം അദ്ദേഹത്തിന് വളരെ ഫ്രീ ആയി റോഡ് കിട്ടിയില്ല എന്നുള്ളതിലാണ് അദ്ദേഹം എന്നോട് എന്തോ ഒരാൾ വാഹനത്തിൽ നിന്ന് ഒച്ചയെടുക്കുന്നു. ആ സമയം ഞാൻ കരുതുന്നത് എൻ്റെ വാഹനത്തിൻ്റെ ഡോർ തുറന്നിരിക്കുക എന്തോ ആണ് എന്ന് നോക്കുമ്പോൾ ഞാൻ സാധാരണ എൻ്റെ വണ്ടിയിൽ ലൈറ്റ് ഉണ്ടാവും, ഡോർ തുറന്നാൽ എനിക്കറിയാൻ പറ്റും. അപ്പോൾ ആ ലൈറ്റും കത്തിയിട്ടില്ല. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഗ്ലാസ് താഴ്ത്തി ചോദിക്കുമ്പോഴാണ് ട്രാക്ക് നോക്കി വണ്ടി ഓടിക്കട എന്നൊക്കെ പറഞ്ഞ് ഒച്ചയെടുത്ത് ഒരാൾ വളരെ ഇതായിട്ട് സംസാരിക്കുന്നു. അപ്പം ഞാൻ തിരിച്ച് അവനോട് ഓളം നിൻ്റെ കാര്യം നോക്കിയെന്ന് ഞാൻ തിരിച്ചു പറയുന്നു. അപ്പോൾ അവൻ എന്നെ ആ വാഹനത്തിൽ ഇരുന്ന് എന്നെ ഓടിച്ചുകൊണ്ട് തന്നെ ഒച്ചയെടുക്കുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് ലോ ആൻഡ് ഓർഡർ നോക്കാൻ കേരളത്തിലെ പോലീസുണ്ട് എന്ന് ഞാൻ തിരിച്ചു പറയും. അപ്പോഴാണ് എന്നാൽ പോലീസ് വന്ന് പോയാൽ മതിയെന്ന് പറഞ്ഞ് എൻ്റെ വണ്ടിയുടെ കുറുകെ വണ്ടി വയ്ക്കുമ്പോൾ വളരെ സ്ലോ ആയതുകൊണ്ട് ഇടി നടന്നില്ല. അപ്പോൾ മറ്റൊരു വാഹനത്തിന് പോകാൻ പറ്റില്ല. ഇടത് സൈഡിൽ റോഡിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾ, വലത് സൈഡിൽ മറ്റു വാഹനത്തിൽ കടന്നു പോകാത്ത രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ വണ്ടിയിലെ പകുതി ഉണ്ട്, അതിൻ്റെ പകുതി ഭാഗം എൻ്റെ വണ്ടിയിലേക്ക് വരുന്നത്. അങ്ങനെ പോകുമ്പോൾ ഒരു വണ്ടിക്കും കടന്നു പോകാതെ വരുന്നു. അപ്പോൾ അവിടെ വെച്ച് വണ്ടിയെടുത്ത് മാറ്റാൻ ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ ആൾക്കാർ വന്ന് വണ്ടിയെടുത്ത് മാറ്റാൻ പറയുന്നു. അദ്ദേഹം വണ്ടി മാറ്റുന്നില്ല. അപ്പോൾ 10:45 കഴിയുന്ന സമയമാവുന്നതുകൊണ്ട് വാഹനങ്ങൾ കുറവായിരുന്നു, റോഡിൽ വാഹനം കുറവായിരുന്നു. അപ്പോൾ ഒരു കാർ വന്ന് എൻ്റെ വണ്ടിയുടെ പിറകിൽ ഒരു കാർ വന്ന് നിർത്തി. അതും അവർ നിർത്തിയിട്ടു. അത് കഴിഞ്ഞ ഉടൻ തന്നെ, കാരണം വണ്ടി നിർത്തിയിട്ടെങ്കിൽ വേറൊരു ബൈക്ക് വന്ന് എൻ്റെ പുറകിലെ കാറിൽ ബാക്കിലിടിച്ചു. ഒരു അപകടം ഉണ്ടായി. ഇപ്പോൾ തന്നെ നാട്ടുകാർ അവനോട് വളരെ ഇതായിട്ട് സംസാരിച്ചുകൊണ്ട് വാഹനം മാറ്റാൻ പറയുന്നു. അങ്ങനെ വാഹനം മാറ്റുമ്പോൾ അദ്ദേഹം സൈഡിലോട്ട് വാഹനം ഒതുക്കി. അദ്ദേഹത്തിൻ്റെ വണ്ടി സൈഡിലോട്ട് വാഹനം ഒതുക്കിയതിന് ശേഷം എൻ്റെ വണ്ടി, അപ്പോൾ പിന്നെ ഒരു റോഡിൽ കൂടെ വണ്ടി പാസ് ചെയ്യും. അപ്പോൾ എൻ്റെ വണ്ടി പിന്നെയും മൂവ് ചെയ്യാൻ സമ്മതിക്കാതെ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി നിന്ന് ബഹളം ഉണ്ടാക്കുകയും ആ സമയമാണ് ബഹളം ഉണ്ടാക്കി എൻ്റെ ബോണറ്റിലേക്ക് അടിക്കുന്നത്. പക്ഷേ ആൾക്കാരെല്ലാം കൂടുന്ന സമയത്ത് എനിക്ക് അതേ ചെറുപ്പക്കാരനെ പോലെ ബഹളം ഉണ്ടാക്കണ്ടെന്ന് കരുതി ഞാൻ എൻ്റെ വാഹനത്തിൽ തന്നെ. അപ്പോൾ മനസ്സിലായിരുന്നോ മാധവ് സുരേഷ് ആണ്? എനിക്ക് മനസ്സിലാവുക മാത്രമല്ല, ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ ആദ്യം റോഡിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു അതിൻ്റെ ഇത് കാണിക്കണ്ട. എനിക്ക് ആളെ മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ അച്ഛൻ്റെ പേര് ഉപയോഗിച്ചിട്ട് തന്നെ പറഞ്ഞു അത് കാണിക്കണ്ട, അത് കാണിച്ചാൽ വിട്ടുതരാൻ ഉദ്ദേശിക്കുന്നില്ല, ഇത് കാണിക്കേണ്ടെന്ന് പറയുകയും നിനക്ക് നിനക്കല്ല നിൻ്റെ അച്ഛൻ്റെ പേര് പറയിപ്പിക്കേണ്ട എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ അച്ഛന് പറഞ്ഞതായി. അപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം ഞാൻ പറയുന്നത് ഉൾക്കൊള്ളുന്നില്ലെന്ന് മനസ്സിലായാണ് ഞാൻ എൻ്റെ വാഹനത്തിലേക്ക് കയറുന്നത്. അപ്പോൾ ആൾക്കാരെല്ലാം വീഡിയോ എടുക്കുന്ന നടപടി തുടങ്ങി. ഞാൻ റോഡിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് പോലീസിനെ വിളിക്കുന്നത്. ഇദ്ദേഹം പോലീസിനെ വിളിക്കാതെ അദ്ദേഹത്തിൻ്റെ പരിചയക്കാരാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അപ്പോൾ തന്നെ പോലീസിനെ അറിയിച്ചു. പോലീസ് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒച്ചയും ബഹളവും കണ്ടപ്പോൾ പോലീസിന് ഒരു നോർമാലിറ്റി ഫീൽ ചെയ്തുകൊണ്ടാണ് പോലീസ് അദ്ദേഹത്തെ വാഹനത്തിൽ ജീപ്പിൽ കയറ്റുന്നതും എന്നോട് വാഹനം എടുത്ത് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ സ്റ്റേഷനിലേക്ക് ചെന്നു. അപ്പോൾ തന്നെ അദ്ദേഹം വിളിച്ചു വരുത്തി ചില ആൾക്കാരൊക്കെ വന്ന് ഇഷ്യൂ ഒന്നും ഇല്ല എന്ന് പറയുകയും അവിടെ സ്റ്റേഷനിലെത്തുമ്പോൾ ബ്രത്ത് അനലൈസർ വെച്ച് പരിശോധിക്കുമ്പോൾ മദ്യപിച്ചിട്ടില്ല.
പക്ഷേ എനിക്ക് പരാതി ഇല്ലാത്തതുകൊണ്ട് മറ്റു പരിശോധനകളൊക്കെ ഉണ്ടായില്ല, അവിടെ അങ്ങ് തീർന്നു. അപ്പോൾ ഒരു എന്താ പറയേണ്ട ഒരു സിനിമാ ശൈലിയിലുള്ള ഒരു റോഡിലുള്ള ഒരു ഷോ ഉണ്ടായിരുന്നു. ആ ഷോ ആവുകൊണ്ട് തന്നെ അതിനകത്ത് വലിയ നമുക്ക് തിരിച്ച് അതിനകത്ത് ഇഷ്യൂ ആക്കേണ്ടതില്ലാത്തതുകൊണ്ട് ഞാൻ പരാതി ഇല്ലയെന്ന് പറയും. അവിടെ വെച്ച് തന്നെ രാത്രി തന്നെ ഏകദേശം ഒരു 11:30 പരാതി രണ്ടുപേരും പരാതി ഇല്ലെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനോട് കൂടെ ഒപ്പിട്ട് പോകാൻ പറഞ്ഞു. വാഹനത്തിൽ മാധവ് സുരേഷ് ഒറ്റയ്ക്കായിരുന്നു? ഒറ്റയ്ക്കായിരുന്നു, വാഹനത്തിൽ ഒറ്റയ്ക്കായിരുന്നു. പരാതി ഇല്ല എന്ന് പറഞ്ഞു? പരാതിയില്ല, കാരണം ഒരു ബോണറ്റിൽ കഴിച്ച് റോഡിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയല്ലേ. അതിന് പിന്നെ അങ്ങനെ ഒരു പരാതിയും അത് വലിയ സംഭവമൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് പരാതിയില്ലെന്ന്. ഒരു ഷോ കാണിച്ചു, ഒരു റോഡിലൊരു ഷോ കാണിച്ചു. അതിപ്പോൾ ഇപ്പോഴത്തെ പ്രായമുള്ള ചെറുപ്പക്കാരല്ലേ, അതൊക്കെ ഒരു ഷോ കാണിക്കും, അതങ്ങ് വിട്ടു അപ്പോഴത്തന്നെ, അത്രയേ ഉള്ളൂ. അതിലപ്പുറമൊന്നും ഉണ്ടായില്ല. എന്തായാലും ഈ 15 മിനിറ്റോളം നീണ്ടു നിന്ന തർക്കത്തെ തുടർന്ന് ഈയൊരു സംഭവത്തിൽ മാധവിനെ പോലീസ് കൊണ്ടുപോവുകയും മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാധവ് കൃഷ്ണ മദ്യപിച്ചിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതാവ് ആരോപിക്കുകയായിരുന്നു. ഇതോടെ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധന നടത്തി. എന്നാൽ മാധവ് സുരേഷ് മദ്യപിച്ചിട്ടില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് 2 പേർക്കുമെതിരെ കേസെടുക്കാതെ മ്യൂസിയം പോലീസ് വിട്ടയക്കുകയായിരുന്നു എന്നാണ് വിനോദ് കൃഷ്ണ നമ്മളോട് വിശദീകരിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.